നമസ്കാരം. ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അത് ഇനി പറച്ചിലല്ല, പ്രവൃത്തിയിൽ വരാനായിട്ട് മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 27 വരെ, അതായത് നാളെ വരെ മാത്രമാണ് ഇന്ത്യ അമേരിക്ക ഒരു സൗഹൃദം എന്ന് പറയുന്നത് യഥാർത്ഥ അർത്ഥത്തിലുള്ളൂ. 27-ന് ശേഷം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ചുമത്തും എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവും വന്നു. റഷ്യയിലെ ഭീഷണി നേരിടാൻ, അല്ലെങ്കിൽ അമേരിക്കയുടെ രാജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി റഷ്യയുടെ ചില ഭീഷണികൾ നേരിടാൻ വേണ്ടി ഇത്തരമൊരു നയം നടപ്പിലാക്കുന്നു എന്ന ന്യായമാണ് അമേരിക്ക ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിനെ ധൈര്യപൂർവ്വം നേരിടും എന്ന നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു കാരണവശാലും അമേരിക്കയെ പ്രീതിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ട്രംപിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നടപടിക്കും ഇന്ത്യ വഴങ്ങുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ ഒരു പൊതുപരിപാടിയിൽ, വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം ഊന്നിപ്പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ഗാന്ധിയുടെ നാടാണ്, ഗാന്ധിയുടെ സ്വദേശി പ്രസ്ഥാനം, അതിനെക്കുറിച്ചുള്ള ഒരു ആശയത്തിൽ ഊന്നിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം നടത്തിയത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഇപ്പോൾ ലോകമെമ്പാടും സാമ്പത്തിക ലക്ഷ്യം മാത്രം വെച്ചുള്ള രാഷ്ട്രീയമാണ് നടക്കുന്നത്. അതുമാത്രമല്ല, ഇത് ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഈ അഹമ്മദാബാദിലെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ ചെറുകിട സംരംഭകർ, എൻ്റെ കർഷകർ, എൻ്റെ ചെറിയ വ്യവസായികൾ, കച്ചവടക്കാർ, ഇവരാണ് എൻ്റെ പ്രധാനം. ഇവർക്കാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധം സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകും. പക്ഷേ അതിനെ നമ്മൾ ധൈര്യസമേതം നേരിടും. അതിനെ നേരിടാനുള്ള കരുത്ത് നമ്മൾ ആർജിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുമാത്രമല്ല, ഈ ചെറുകിട സംരംഭകർക്കോ അല്ലെങ്കിൽ കർഷകർക്കോ അല്ലെങ്കിൽ വ്യാപാരികൾക്കോ ദോഷം വരുന്ന തരത്തിൽ ഒരു തീരുമാനവും ഒരു നയപരിപാടിയും നടപ്പിലാക്കില്ല എന്നും മോദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സ്വദേശി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വദേശി, മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ആശയം നമ്മൾ നടപ്പിലാക്കണം. അത്തരം ഉൽപ്പന്നങ്ങൾ ധാരാളമായി നമ്മൾ വാങ്ങി ഉപയോഗിക്കണം. അത്തരം പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണ കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ വ്യാപാരികൾ അവരുടെ വ്യാപാര സ്ഥാപനത്തിന് മുൻപിൽ ഒരു വി സെൽ ഓൺലി സ്വദേശി ഗുഡ്സ്, അതായത് നമ്മൾ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കുന്നുള്ളൂ എന്ന തരത്തിൽ ബോർഡുകൾ പ്രദർശിപ്പിക്കണം. അങ്ങനെ ഇന്ത്യ സ്വയം കരുത്താർജിക്കണം എന്നാണ് മോദി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക വിദഗ്ധരും ഈ ആശയം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. കാരണം ഇന്ത്യ ഒരു കയറ്റുമതി അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയല്ല ഉള്ളത്. നമ്മുടെ GDPയുടെ ഏതാണ്ട് 12 അല്ലെങ്കിൽ 20% വരെയാണ് നമ്മൾ കയറ്റുമതിയിലൂടെ ആർജിക്കുന്നത്. അതിൽ ഈ ഏതാണ്ട് 80%-ഓളം നമ്മുടെ വ്യാപാരം നടക്കുന്നത് ആഭ്യന്തര വിപണിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഭ്യന്തര വിപണി മെച്ചപ്പെടുത്തിയാൽ ഒരു പരിധിവരെ നമുക്ക് ഈ വെല്ലുവിളി നേരിടാൻ സാധിക്കും എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം തന്നെ നമ്മൾ ബദൽ മാർഗങ്ങളെക്കുറിച്ച്, ബദൽ വിപണികളെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തണം എന്നുള്ള സൂചനയാണ് വന്നത്. പക്ഷേ അത് അത്രയ്ക്ക് എളുപ്പമല്ല. ചില കണക്കുകൾ സൂചിപ്പിക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ അമേരിക്കയിലോട്ടുള്ള വാർഷിക കയറ്റുമതി എന്ന് പറയുന്നത് $86.5 ബില്യൺ. ഇത് ഏതാണ്ട് കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു കുതിപ്പിലേക്ക് നമ്മൾ എത്തിയത്. അതിനു മുൻപ് $50 ബില്യൺ അടുത്ത് മാത്രമായിരുന്നു നമ്മുടെ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി. ഇപ്പോഴാണ് ഇത്ര വലിയൊരു കുതിപ്പിലേക്ക് നമ്മൾ എത്തിയത്. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിച്ചത് 10 മുതൽ 15% വരെ ഒരു നികുതി ആയിരിക്കും അമേരിക്ക ചുമത്തുന്നത്. അത് ഒരു പരിധിവരെ നമുക്ക് സ്വീകാര്യമായിരുന്നു എന്ന നിലപാടാണ് നമ്മൾ എടുത്തത്. പക്ഷേ ഇപ്പോൾ ആദ്യം നമുക്ക് 25% നികുതി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഇതാ 50% നികുതിയിലേക്ക് പോകുന്നു. ഇനി ആദ്യം പ്രഖ്യാപിച്ച 25% നികുതി കൊണ്ട് മാത്രം നമുക്ക് ഏതാണ്ട് നമ്മുടെ GDPയുടെ 0.4% കുറയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മൊത്തം വളർച്ചയുടെ 6% കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യം കണക്കാക്കിയത് 25% നികുതി ചുമത്തുമ്പോൾ. പക്ഷേ 50% നികുതി ചുമത്തുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നമുക്കുണ്ടാക്കും. അതുമാത്രമല്ല, നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ 18% നമ്മൾ അമേരിക്കയിലോട്ടാണ് കയറ്റി അയക്കുന്നത്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. അത് നമ്മുടെ ഈ അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി നമ്മുടെ GDPയുടെ 2.2% വരും എന്നുള്ള വസ്തുതയുമുണ്ട്.
അപ്പോൾ അമേരിക്കയിലെ ആ വലിയ വിപണി ഇല്ലാണ്ടാകുന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി വലിയ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ള വസ്തുത മുന്നിൽ നിൽക്കെയാണ് ഇന്ത്യ അതിനെ നേരിടാനും ബദൽ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കാനും നമ്മൾ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം, ഇന്നലെ അഹമ്മദാബാദിൽ പ്രസംഗിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി കഴിഞ്ഞ ദിവസം അദ്ദേഹം വേൾഡ് ലീഡേഴ്സ് ഫോറം അതിൽ സംസാരിച്ചപ്പോൾ ഈ ഇന്ത്യ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് അതിനെന്താണ് ഇന്ത്യയുടെ ബദൽ എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അതിങ്ങനെയാണ് പറഞ്ഞത്: ഇന്ത്യ ഈ കാര്യത്തിൽ നമ്മൾ പേടിക്കുന്നൊന്നുമില്ല. കാരണം ഇന്ത്യ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യമാണ്. നിലവിൽ നമ്മൾ 4ാം സ്ഥാനത്താണ്, വൈകാതെ തന്നെ 3ാം സ്ഥാനത്തേക്ക് എത്തും. അപ്പോൾ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ഒരു രാഷ്ട്രമാണ്, അല്ലാണ്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാഷ്ട്രമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ വെല്ലുവിളിയെ നേരിടാനുള്ള കരുത്തുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ തന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഒരു സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാതെ കൃത്യമായ ഒരു വളർച്ചയാണ് അതിലുണ്ടായത്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ പണപ്പെരുപ്പം കുറഞ്ഞു. തൽഫലമായി റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചു. അങ്ങനെ വ്യവസായികൾക്ക് കൂടുതൽ വായ്പകളടക്കം ലഭ്യമാക്കി കൂടുതൽ അവരുടെ വ്യവസായ ശൃംഖലകൾ അല്ലെങ്കിൽ വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കുള്ള നിലപാടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ സ്ഥിരതയോടെ മുന്നോട്ട് പോകുന്നു. അതേസമയം തന്നെ സാങ്കേതിക വിദ്യാരംഗത്തും ഇന്ത്യ കുതിക്കുകയാണ്. നമ്മൾ 2G 3G ഇതെല്ലാം കണ്ടു, 4Gയിലേക്ക് വന്നു, ഇപ്പോൾ 5G നടപ്പിലാക്കാൻ പോകുന്നു. പണ്ട് കാലത്ത് നമ്മൾ ഇതിനൊക്കെ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിലും സ്വയം പര്യാപ്തത കൈവരിച്ചു. അതേപോലെ ബഹിരാകാശ രംഗത്ത് നമ്മൾ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്നു, സ്റ്റാർട്ടപ്പുകൾ വന്നു. അങ്ങനെ ആ മേഖലയിലും ഇന്ത്യ വലിയ കുതിപ്പാണ് നടത്തുന്നത്. അതേപോലെ പാരമ്പര്യേതര ഊർജ ഉൽപാദനത്തിൽ, അതായത് നമ്മുടെ ഈ സോളാർ എനർജി പോലെയുള്ള കാര്യത്തിൽ 2030 നേടേണ്ട ലക്ഷ്യം 2025 തന്നെ നേടിയ രാജ്യമാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറുന്ന ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് ഇന്ത്യക്ക് ഈ വെല്ലുവിളി നേരിടാനുള്ള പ്രാപ്തി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അമേരിക്കയിൽ നമ്മുടെ ട്രംപ് നടത്തുന്ന, അദ്ദേഹം ഭാവനാശൂന്യമായി നടപ്പിലാക്കുന്ന ഈ സാമ്പത്തിക നയത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവിടുത്തെ തന്നെ ഒരു സാമ്പത്തിക വിദഗ്ധൻ ജെഫ്രി സാക്സ് അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായം കൂടി ഈ ഒരു ഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. കാരണം ഈ ട്രംപിന്റെ ഇത്തരത്തിലുള്ള വികലമായ ഭാവനാശൂന്യമായ നടപടി കൊണ്ട് അമേരിക്ക കാതങ്ങളോളം പിന്നോക്കം പോകും. അവരുടെ ഇപ്പോഴുണ്ടായ സാമ്പത്തികമായി രാഷ്ട്രീയവുമായി നേടിയ മേൽക്കൈ കാതങ്ങളോളം പിന്നോട്ടടിക്കാൻ കാരണമാകും എന്നുള്ളതാണ്. ട്രംപിന്റെ ആരോപണം ഈ വ്യാപാര കമ്മിയാണല്ലോ. അദ്ദേഹം പറയുന്നത് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിൽ വന്ന് കൊള്ളയടിക്കുന്നു, അതായത് കൂടുതൽ അങ്ങോട്ടേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ അമേരിക്കൻ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം. അതായത് വ്യാപാര കമ്മി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ട്രംപിന്റെ ആരോപണം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജെഫ്രി സാക്സ് സാമ്പത്തിക വിദഗ്ധനായ അദ്ദേഹം പറയുന്നത് ഈ വ്യാപാര കമ്മി ഉണ്ടാകാനുള്ള കാരണം ഒരു രാജ്യം അതിൻ്റെ ഉൽപാദനത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിൻ്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ വ്യാപാര കമ്മി ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് 100 രൂപ വരുമാനം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മളൊരു കടയിൽ കയറി 120 രൂപയുടെ ബിരിയാണി കഴിച്ചിട്ട് 20 രൂപ കടക്കാരൻ എൻ്റെ കൊള്ളയടിച്ചു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇതേപോലെയാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇത്തരത്തിൽ അമേരിക്ക ഇത്തരത്തിൽ വാങ്ങലുകൾ നടത്തി $2 ട്രില്യൺ വ്യാപാര കമ്മി സ്വയം ഉണ്ടാക്കി വെച്ചതാണ് എന്നാണ് ജെഫ്രി സാക്സ് പറയുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി അദ്ദേഹം ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വാദം ചൂണ്ടിക്കാണിക്കുന്നു. ലെസേത്തോ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്. ഈ പർവ്വത നിരകൾ നിരവധിയായിട്ടുള്ള ഒരു ദരിദ്ര രാഷ്ട്രമാണ്. എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള ധാതു നിക്ഷേപവും ഈ രത്നങ്ങൾ അതേപോലുള്ള സാധനങ്ങളൊക്കെ ഖനനം ചെയ്തെടുക്കുന്ന ഈ ഖനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ കുറിച്ചുള്ള അവസ്ഥയൊക്കെ നമുക്കറിയാലോ. അപ്പം അത്തരത്തിൽ വളരെ ദരിദ്രമായ ഒരു രാഷ്ട്രമാണ് ലെസേത്തോ. ആ ഒരു രാജ്യം എങ്ങനെയാണ് അമേരിക്കയിലോട്ട് കൊള്ളയടിക്കുന്നത്? അവിടെയുള്ള സമ്പത്ത് അവർ അമേരിക്കയ്ക്ക് വിൽക്കുന്നു എന്നുള്ളത് നേര് തന്നെ, പക്ഷെ തിരിച്ചൊന്നും വാങ്ങാൻ അവർക്ക് പ്രാപ്തിയില്ല. അതുകൊണ്ട് അവർക്കും വ്യാപാര കമ്മി ഉണ്ടായി അവരും കൊള്ളയടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ജെഫ്രി സാക്സ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ട്രംപിൻ്റെ ഒരു പുനരാലോചന ഇല്ലാത്ത തരത്തിൽ മുൻപിൻ നോക്കാതെ ഭാവനാശൂന്യമായി നടപ്പിലാക്കിയ ഈ ഒരു വ്യാപാര കമ്മി വലിയ താമസമില്ലാണ്ട് അമേരിക്കയ്ക്ക് തന്നെ വിനയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിലെ വിപണിയിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം അനുഭവപ്പെടുന്നുണ്ട്. ലോക ഓഹരി വിപണിയിൽ പോലും ഏതാണ്ട് $10 ട്രില്യൺ നഷ്ടം ട്രംപിൻ്റെ ഈ ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ
ലോകത്തെമ്പാടും ട്രംപിൻ്റെ ഈ നയം കൊണ്ട് വലിയ തിരിച്ചടിയുണ്ടായി. അതിൻ്റെ ഒരു അനന്തരഫലം അമേരിക്കയ്ക്കും നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ത്യ ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാടെടുക്കുന്നു. ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ, അവരെ അനുനയിപ്പിക്കുന്ന രീതിയിൽ തൽക്കാലം ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വരുന്ന വെല്ലുവിളിയെ സധൈര്യം നേരിടുക എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്.